ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സൺഡേ ആയിട്ട് ഒരു കണ്ണൂർ സ്റ്റൈൽ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചിക്കൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പും പച്ചമുളകും പറിക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറി ഉണ്ടോ നോക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോൾ പച്ചമുളകില്ല. അപ്പോൾ നമ്മൾ ബാക്ക് യാർഡിൽ തന്നെ ചെറിയൊരു കൃഷിയുണ്ട്. അവിടെ പച്ചമുളക്, കറിവേപ്പ്, വെണ്ട ഇതൊക്കെ നമ്മൾ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പയർ ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവളാണ് പച്ചമുളക് പറിച്ച് കൊണ്ട് തരുന്നത്. ഗുഡ്. പിന്നെ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ടതില്ലല്ലോ. തേങ്ങ ഫസ്റ്റ് തന്നെ വറുത്തരച്ച് വെക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആവശ്യം ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക്, കുറച്ച് ഗാർലിക്ക്. നമുക്ക് ഇവയൊക്കെ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യുമ്പം പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പം ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയുള്ളില്ല, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് മുരിച്ച് വറക്കണം. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റണം. ഏകദേശം ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ ഒരു കളറാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതെന്തെങ്കിലും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം തൊടാതെ അരക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇവിടെ ഞാനിപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി നിങ്ങൾ കട്ട് ചെയ്യുമ്പം നേരത്തെ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലാസൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉള്ളി ചെറുതായിട്ട് നല്ല നേരിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളി. ഞാനിവിടെ ഒരു 3 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നീളത്തിൽ സ്ലൈസസ്, ചെറിയ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഗാർലിക്ക് വേണം. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിപ്പം രണ്ടും കൂടെ, ജിഞ്ചറും ഗാർലിക്കും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി അതിന് ശേഷം നമ്മൾക്കൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം. ഉള്ളി നന്നായിട്ട് വഴണ്ടാൽ മാത്രമേ നമുക്ക് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, എന്നാലും ഒരു മീഡിയം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പം ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കനി നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എരിവ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ പച്ചമുളക് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു 3 എടുത്തിട്ടുള്ളത്, അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സോൾട്ടും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ടും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തുടയണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിതിൽ ചിക്കൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തക്കാളി വെന്തുടയുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ഇവിടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മസാലസ് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ മുളക് പൊടി ഇവിടെ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ദെൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല, ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഗരം മസാല ആഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ പച്ചമണം
മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തു. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഈ മസാലയെല്ലാം ഇതിൽ പുരളുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ അടച്ച് വെച്ച് വേവിക്കുക. ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് ചിക്കൻ വേവുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. ഇനി അഡീഷണൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. നിങ്ങൾ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിക്കൻ വേവുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഏകദേശം ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ ഇതിലേക്ക് നന്നാക്കിയിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ മല്ലി നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ ചൂടാക്കിയിട്ട് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കുറച്ച് നാരങ്ങാനീര് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ തേങ്ങാക്കൊത്തും ഉണക്കമുളകും കൂടിയിട്ട് എനിക്കിഷ്ടമാണ് തേങ്ങാക്കൊത്ത് ഇങ്ങനെ കറിയിൽ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്തായാലും കുറച്ച് തേങ്ങാക്കൊത്തും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനി എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വറുത്തരച്ച ഞങ്ങളുടെ മലബാറുകാരുടെ സ്വന്തം വറുത്തരച്ച ചിക്കൻ കറിയാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക്